ഹലോ, ഇന്ന് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമായാലോ? അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് സമയമെടുക്കും. കാരണം കുറച്ചധികം ഇൻഗ്രീഡിയൻസും ചേർക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. റവ വേണം, പിന്നെ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വേണം, പിന്നെ ഏത്തയ്ക്ക, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തേങ്ങാക്കൊത്തൊന്ന് നുറുക്കി വെക്കാം. ഇത് നെയ്യിൽ വറുത്തെടുക്കണം ആദ്യമേ. പിന്നെ ഒരു 200 ഗ്രാം ശർക്കര ഞാൻ മധുരത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കി എടുക്കണം. ഇനി നമുക്ക് ചുവടായിട്ടുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക അടുപ്പത്തോട്ട്. എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒന്ന് ചേർത്തിട്ട്, കുറച്ചധികം നെയ്യ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങ കൊത്തിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പഴം ഒന്നുകിൽ വേവിച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കായാലും കുഴപ്പമില്ല, വേവിക്കണം എന്നില്ല. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഴം മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോഴത്തേക്കും ഒരു 2-3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ആ ഒരു പേസ്റ്റിൽ ഇങ്ങനെ കറുത്ത് വിത്ത് പോലെ കിടന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പോളം റവയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പാനിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കൊരു വാഴയിലയിലേക്ക് നമ്മളിങ്ങനെ ഇലയപ്പൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. എന്തായാലും കുഞ്ഞു മക്കൾക്ക് ഇഷ്ടപ്പെടും. കാരണം അരിമാവൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ, റവ ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, തരിതരിപ്പായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല മധുരവും നെയ്യുടെ മണവും ഏത്തപ്പഴം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. മാത്രമല്ല ആവിയിലും കൂടെയല്ലേ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഐറ്റം. പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.